ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ മനസ്സിലാക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാലും ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ട് സോ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ യൂസർ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. The function created by a user is known as a user defined function. So the format is, first is a data type, then function name, then inside the bracket argument list, then ഒരു curly bracket open ചെയ്തിരിക്കുന്നു, statements in the body, then closing bracket. ഇവിടെ നോക്കുക, ഞാൻ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ആ എക്സാമ്പിൾ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇൻറ്റ് ഫാക്റ്റ് ബ്രാക്കറ്റിൽ ഇൻറ്റ് എന്ന് കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലേ, അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ ഓരോന്നും പറയാം. ഫസ്റ്റ് വൺ ഈസ് ഈ ഇതിൻ്റെ സിൻറ്റാക്സിൽ ആദ്യം എഴുതിയിരിക്കുന്നത് എന്താണ്, ഒരു ഡേറ്റ ടൈപ്പാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ആദ്യം ഡേറ്റ ടൈപ്പ് എഴുതുന്നു. ദെൻ ഫംഗ്ഷൻ നെയിമാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ അടുത്തതായിട്ട് അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ നെയിം എന്താണ്, ഫാക്റ്റ് ഒരു ഫംഗ്ഷൻ നെയിം ആകുന്നു. പിന്നെ ബ്രാക്കറ്റിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്, ആർഗ്യുമെൻറ്റ് ലിസ്റ്റാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്, ഇൻറ്റ് എൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, എന്ത് മനസ്സിലായി, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പും വേരിയബിളും ആണെന്ന് മനസ്സിലായി അല്ലേ. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ ഹാവ് മെനി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഹിയർ വി ഹാവ് ഓൺലി വൺ ആർഗ്യുമെൻറ്റ്. ഇനി കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. അത് നമ്മുടെ സിൻറ്റാക്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ബോഡി. സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ബോഡി എന്ന് പറഞ്ഞാൽ C++ൽ വാലിഡ് ആയിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് അവിടെ എഴുതാം. അതിനുശേഷം ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ വരും. അത് ഞാൻ ഞാനത് എഴുതിയില്ല തോന്നുന്നു. അതിൻ്റെ പേരാണ് റിട്ടേൺ. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഡേറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ഇൻസൈഡ് ദ ബ്രാക്കറ്റ്, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഇല്ലാതൊരു സാധനം നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ഏതാണെന്ന് ആലോചിച്ച് നോക്കുക. എന്ത് മനസ്സിലാകും, ആലോചിച്ച് നോക്കുക. ഞാൻ പറയാം, ഇൻറ്റ് മെയിൻ, ബ്രാക്കറ്റ് ഉണ്ടല്ലേ, അതിനുശേഷം കേളി ബ്രാക്കറ്റ്, അതിനകത്ത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, കേളി ബ്രാക്കറ്റ് ക്ലോസ്. അങ്ങനെയല്ലേ നിങ്ങൾ മെയിൻ കാണുന്നത്. ഇവിടെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മെയിൻ ഈസ് എ ഫംഗ്ഷൻ. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, മെയിൻ ഈസ് എ ഫംഗ്ഷൻ. മെയിൻ ഒരു ഫംഗ്ഷനാണ്. അപ്പം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പാണ്. റിട്ടേൺ, RETURN, റിട്ടേൺ ടൈപ്പ്, അത് പറയാം. പിന്നെ പറയുന്നത് ഫംഗ്ഷൻ നെയിമാണ്. ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫയർ, അതായത് നമ്മൾ വേരിയബിളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഏതൊരു ഫംഗ്ഷൻ, ഏതൊരു നെയിമും നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഏതൊരു ഐഡൻറ്റിഫയർ നിങ്ങൾക്ക് കൊടുക്കാം, വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾസ് തന്നെയാണ് വീണ്ടും കൊടുക്കുന്നത്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ബോഡി, ദെൻ അതിൻ്റെ ക്ലോസിങ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സിൻറ്റാക്സ് വരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഫംഗ്ഷനെ മനസ്സിലാക്കാം. ഏത് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ, ഫാക്ടോറിയൽ ഓഫ് എ നമ്പറാണ് നമ്മൾ ചെയ്യുന്നത്. ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ കാണാനുള്ള പ്രോഗ്രാം നിങ്ങൾ ചെയ്തിരുന്നു. അപ്പം ഞാൻ പറയുകയാണ്, ഇനി അതൊരു ഫംഗ്ഷനിൽ എഴുതി കാണിക്കാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, സ്മോൾ ആയിരിക്കണം എന്ന് പറഞ്ഞു, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു, പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, എന്താണ്, റീയൂസബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു ഫംഗ്ഷനെ എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു പ്രോഗ്രാം, C++ പ്രോഗ്രാമാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ നിങ്ങൾക്ക് കാണാം. ഏതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അതിനകത്ത് നോക്കിക്കേ. ആദ്യം നിങ്ങൾ കാണുന്നത് ഇൻറ്റ് മെയിൻ തന്നെയാണ്. മെയിൻ അവിടെ ഉണ്ട്. മെയിൻ ഡിക്ലറേഷനും ഡെഫിനിഷൻ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം റിട്ടേൺ 0 കഴിഞ്ഞ് മെയിൻ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. മെയിൻ്റെ ക്ലോസിങ്ങിന് ശേഷം വീണ്ടും നിങ്ങൾ എഴുതും. ഇത്രയും നാളെ മെയിൻ കഴിഞ്ഞ് മെയിൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലായിരുന്നു. ഇപ്പം നമ്മൾ പറയണം, മെയിനിന് ശേഷം എനിക്ക് വേറൊരു സാധനം എഴുതാം. സോ ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതിയേക്കുവാണ്. ഇനി എന്താണ് എഴുതിയേക്കുന്നത് നോക്കിയേ, ഡേറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, ഇൻറ്റ് ഫാക്റ്റ്, ഇൻറ്റ് n1. കണ്ടല്ലോ, ഡേറ്റ ടൈപ്പ് ഏതാണ്, ഇൻറ്റ്, ഫംഗ്ഷൻ നെയിം ഏതാണ്, ഫാക്റ്റ്, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഏതാണ്, ഇൻറ്റ്, എന്നിട്ട്
ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിരിക്കുന്നു. എന്താണ് അവിടെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്കൊന്ന് നല്ലപോലെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഫാക്ടോറിയൽ കാണാനുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫാക്ടോറിയൽ എഴുതിയവർക്ക് മനസ്സിലാവും, ഫാക്ടോറിയൽ എഴുതാത്തവർക്ക് അതും മനസ്സിലാവുന്നില്ല, ഇതും മനസ്സിലാവുന്നില്ല. അതാണ് കാര്യം കേട്ടോ. ഫാക്ടോറിയൽ പ്രോഗ്രാമായിട്ട് എഴുതിയവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് അല്ലേ സാധാരണ ഒരു ഫംഗ്ഷൻ പോലെ ഒരു പ്രോഗ്രാം പോലെ തന്നെ ഇരിക്കുന്നത്. അതിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? ഇതൊരു സബ് പ്രോഗ്രാമാണ്, പ്രോഗ്രാം പോലെ തന്നെ ഇരിക്കുന്നത്. അതായത് ഹെഡിങ് ഉണ്ട്, ദെൻ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. അതിനുശേഷം അതിനകത്ത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിരിക്കുന്നു. സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണ്? ഫോർ i is equal to 1, i less than or equal to n, i plus plus, f1 is equal to, ഇവിടെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കുള്ള വേരിയബിളായ f1 is equal to f1 into i. സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ അവിടെ എഴുതിയത്, f1 into i. അത് ലൂപ്പിനകത്ത് കിടന്ന് കറങ്ങി f1ൽ എന്ത് കണ്ടുപിടിക്കപ്പെടും? ഫാക്ടോറിയൽ കണ്ടുപിടിക്കപ്പെടും. ഫാക്ടോറിയൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താ ചെയ്തത്? സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഫാക്ടോറിയൽ ഡിസ്പ്ലേ ചെയ്യുവാണ് ചെയ്തത്. നിങ്ങളെ പഴയ പ്രോഗ്രാം വേണ്ടി ഒന്ന് എടുത്ത് നോക്കിക്കോ കേട്ടോ. ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ പഴയ പ്രോഗ്രാം എടുത്ത് കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുശേഷം നിങ്ങൾ ഇവിടെ സി ഔട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ സി ഔട്ട് ചെയ്തില്ല. ഫംഗ്ഷനിൽ ദർ ഇസ് നോ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ദർ ഇസ് നോ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് യു cannot see the result. There is no see out, no put, no write, etc. So you can't see the result. അല്ലേ, റിസൾട്ട് ഫംഗ്ഷനകത്ത് വെച്ച് കാണാൻ പറ്റുന്നില്ല. ബട്ട് വി ഹാവ് അനദർ കീവേഡ്. അല്ല, കീവേഡാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, നീല കളർ കാണുന്നുണ്ട്. ദാറ്റ് ഈസ് റിട്ടേൺ. റിട്ടേൺ പറഞ്ഞേക്കുവാണ്. എന്ത് പറഞ്ഞേക്കുന്നു? f1 എന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്തോ സംഭവം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രോഗ്രാമിൽ നിന്നും ഫംഗ്ഷനുള്ള വ്യത്യാസം, ഡിക്ലറേഷൻ, ഡെഫിനിഷൻ, ആർഗ്യുമെൻറ്റ്, ഇത് ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ റിട്ടേൺ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എക്സിക്യൂഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, അല്ല ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത്രയും സാധനം ഉണ്ടല്ലോ, ഈ ഇവിടെ ഇത്ര എഴുതിയിരിക്കുന്നില്ലേ? അതായത് കേളി ബ്രാക്കറ്റ് ഓപ്പൺ, കേളി ബ്രാക്കറ്റിനകത്ത് എഴുതിയിരിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫംഗ്ഷൻ നെയിം, ഇതെല്ലാം കൂടെ കൂട്ടി നമ്മളൊരു പേര് വിളിക്കും. ആ പേരാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ ദ യൂസർ. നമ്മൾ തന്നെ എഴുതിയത്. ഇവിടെ ഏത് ഫംഗ്ഷനും നിങ്ങൾക്ക് എഴുതാം. എന്തിനു വേണ്ടിയുള്ള ഫംഗ്ഷൻ എഴുതാം. സം കണ്ടുപിടിക്കാൻ എഴുതാം, സ്ക്വയർ കണ്ടുപിടിക്കാൻ എഴുതാം, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എഴുതാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. എഴുതുന്ന സ്ഥലം എവിടെയാണെന്ന് കണ്ടല്ലോ, മെയിനിന് താഴെ. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ മനസ്സിലായി. ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എറർ ഒന്നും ഉണ്ടാവത്തില്ല. എറർ ഒന്നുമില്ല, കമ്പൈലേഷൻ എറർ ഒന്നും ഇല്ലെങ്കിൽ ഓക്കെയാണ്. ബട്ട് ഇറ്റ് വിൽ നോട്ട് എക്സിക്യൂട്ട്. ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തില്ല. എ ഫംഗ്ഷൻ ക്യാനോട്ട് എക്സിക്യൂട്ട് ഓൺ ഇറ്റ്സ് ഓൺ. ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? ഫംഗ്ഷനെ ആരെങ്കിലും വിളിക്കണം. എങ്ങനെയാണ് ഫംഗ്ഷനെ വിളിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഫംഗ്ഷൻ എക്സിക്യൂഷൻ വിത്ത് ദിസ് എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഫംഗ്ഷൻ എക്സിക്യൂഷൻ പറയുകയാണ്. സി ഹാഷ് ഇൻക്ലൂഡ്. പിന്നെ ഒന്ന് നോക്കിക്കേ, ഇൻറ്റ് ഫാക്ട് ബ്രാക്കറ്റിൽ ഇൻറ്റ് ഒരു സെമിക്കോളൻ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം, ആവശ്യം വരുമ്പോൾ പറയാം. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഓർക്കുക. എന്താണത്? ഇവിടുത്തെ അതേ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻറ്റ് ഫാക്ട് ഇൻറ്റ് n1 ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പാരാമീറ്ററിൻ്റെ പേരില്ല എന്നുള്ളതേ ഉള്ളൂ. ഡേറ്റ ടൈപ്പ് മാത്രം എഴുതിയിരിക്കുന്നു. സെമിക്കോളൻ ഇട്ടിരിക്കുന്നു. യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺസ് ഇൻറ്റ് n, f സെമിക്കോളൻ. Then C out, enter the number to find the factorial, C in n. Then f is equal to fact of n semicolon. Then factorial is f എന്ന് പറഞ്ഞിട്ട് f ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു, റിട്ടേൺസ്. ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇനി ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏതൊരു C++ പ്രോഗ്രാമിൻ്റെയും പ്രോഗ്രാം എക്സിക്യൂഷൻ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും മുന്നോട്ടുള്ള C++ പഠനം കേട്ടോ. ഒരു C++ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? മെയിനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സോ ഇറ്റ് കംസ് ഹിയർ. ഇവിടെ വരുന്നു മെയിൻ ഉണ്ട്. മെയിൻ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ പലരുടെയും പ്രോഗ്രാമിനകത്ത് ചിലപ്പോൾ മെയിൻ പോലും കാണത്തില്ല. അതുകൊണ്ടാണ് എഴുതെന്ന് പറയുന്നത്. ഇപ്പം
മെയിനിന് ശേഷം കേളി ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നു. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ 2 വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എൻ എന്തിനായിരിക്കും? എന്നിൻ്റെ ആയിരിക്കും നമ്മൾ ഫാക്ടോറിയൽ കാണുക. എഫ് എന്തായിരിക്കും? ഫാക്ടോറിയൽ എഴുതുന്നതിന് വേണ്ടി ഉള്ള 2 വേരിയബിൾ, 2 ഇൻറ്റീജർ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സി ഔട്ട് കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം സി ഔട്ട് വർക്ക് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. എൻ്റർ ദി നമ്പർ ടു ഫൈൻഡ് എ ഫാക്ടോറിയൽ കൊടുക്കുന്നു. സി ഇൻ വരുന്നു. സി ഇൻ വരുമ്പോൾ കീബോർഡിൽ കൂടി ഞാനൊരു വാല്യൂ എൻ്റർ ചെയ്യുന്നു. സോ ദെൻ ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് f is equal to fact of n. സോ അതെങ്ങനെ വായിക്കുക? fact of n. അങ്ങനെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കീവേഡ് ആണെങ്കിൽ സിസ്റ്റത്തിന് അറിയായിരിക്കും. അപ്പം ഇവർ നോക്കുമ്പോൾ n എന്താണെന്ന് അറിയാവേ, കാരണം n ഈസ് ഡിഫൈൻഡ്, n ഈസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇൻറ്റീജർ വേരിയബിൾ എന്ന്. അപ്പോൾ ഇവിടെ ഫാക്ട് എന്ന് കാണുമ്പോൾ സിസ്റ്റം നോക്കുവാണ്, അയ്യോ ഇതെന്താണ് ഈ ഫാക്ട് എന്ന് പറയുന്നത്, എനിക്കറിയില്ലല്ലോ, ഇത് കീവേഡ് അല്ല, ഇത് ഐഡൻറ്റിഫയർ അല്ല, അല്ല ഇത് കീവേഡ് അല്ല, അപ്പോൾ ഇത് ഐഡൻറ്റിഫയർ ആണോ? അപ്പം മെയിനകത്ത് പോയി നോക്കും. മെയിനകത്ത് ആദ്യമാണ് ഡിക്ലറേഷൻ സാധാരണ കൊടുക്കുന്നത്, n, f. ദർ ഈസ് നോ ഡിക്ലറേഷൻ ഫോർ ഫാക്ട്. അവിടെ നമ്മൾ ഫാക്ടിന് ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ല. ആ സമയം സിസ്റ്റത്തിന് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദി മെയിന് പുറത്ത് ചാടും. മെയിന് പുറത്ത് ചാടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇറ്റ് കംസ് ബിഫോർ മെയിന് മുമ്പോട്ടാണ്, താഴോട്ട് പോകത്തില്ല, മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോകുമ്പോൾ അവിടെ എന്തുണ്ട്? യൂസിങ് നെയിം സ്പേസ് ഉണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ കൊടുത്താലും മതി കേട്ടോ, മുകളിലോ താഴെ കുഴപ്പമില്ല, ഇൻറ്റ് ഫാക്ട് ഇൻറ്റ് എന്നെഴുതി ഒരു ബ്രാക്കറ്റ് ഇട്ട് സെമിക്കോളൻ ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ സിസ്റ്റത്തിന് സമാധാനമായി, C++ പ്രോഗ്രാമിന് സമാധാനമായി. അവർ മനസ്സിലാക്കുന്നു ഈ കാണുന്ന സാധനത്തിനെ അവരൊരു ഫങ്ഷൻ പ്രോട്ടോടൈപ്പായിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ഫങ്ഷൻ ഡിക്ലറേഷൻ എന്ന പേരിൽ അവർ മനസ്സിലാക്കുന്നു. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എ ഫങ്ഷൻ നെയിംഡ് ഫാക്ട് ഈസ് ഡിഫൈൻഡ് സംവെയർ എൽസ്. എ ഫങ്ഷൻ നെയിംഡ് ഫാക്ട് ഈസ് ഡിഫൈൻഡ് സംവെയർ എൽസ്. ഈ പ്രോഗ്രാമിൽ എവിടെയോ ഒരു സ്ഥലത്ത് ഫാക്ട് എന്നൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഉണ്ടെങ്കിൽ സന്തോഷം. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ സിസ്റ്റം പറയും ഫാക്ട് ഈസ് അൺഡിഫൈൻഡ്. സോ വി ക്യാനോട്ട് കണ്ടിന്യൂ. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങളുടെ പറയുന്ന ഫാക്ട് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ മനസ്സിലാക്കി കൊടുക്കുന്നത് ആരാണ്? ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫങ്ഷൻ ഡിക്ലറേഷൻ. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഗിവൺ ബിഫോർ മെയിന് മുമ്പാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഫാക്റ്റിനെ കാണുമ്പോൾ അവിടെ പോയി നോക്കി ഡെഫിനിഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈ കാണുന്ന ഫാക്റ്റിനെ മനസ്സിലായി. ബ്രാക്കറ്റിൽ ഇവിടെ ഒരു ഇൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഈ ഡിക്ലറേഷനിൽ ഒരു ഇൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഇൻറ്റ് n എന്ന് പറഞ്ഞൊരു സാധനം, എൻ്റെ ഡെഡ് പിൻ്റ് ആണല്ലോ ഇൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. ശരി, അതിനെയും കിട്ടി. അതിനുശേഷം പിന്നെ ഇദ്ദേഹം കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സെമിക്കോളൻ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സിസ്റ്റവും കാണുന്നുണ്ട്, നിങ്ങളും കാണുന്നുണ്ട് സെമിക്കോളൻ. സോ സെമിക്കോളൻ ഇൻഡിക്കേറ്റ്സ് ആഫ്റ്റർ എ ഫംഗ്ഷൻ നെയിം, ദ സെമിക്കോളൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ കോൾ. ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നു? ഫംഗ്ഷൻ കോൾ ആണെന്ന് മനസ്സിലാക്കുന്നു. ഫംഗ്ഷനെ ആരെങ്കിലും കോൾ ചെയ്താൽ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. മുമ്പ് ഞാൻ പറഞ്ഞെന്താ, ഫംഗ്ഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല, ആരോ വിളിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം വിളിക്കപ്പെട്ടു. ആരാ വിളിച്ചത്? ഫംഗ്ഷനെ വിളിച്ചിരിക്കുന്നത് മെയിനാണ്. മെയിനിനകത്ത് നിന്നാണ് വിളിപ്പോയിരിക്കുന്നത്. ഫംഗ്ഷൻ കോളാണ് പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് ഫംഗ്ഷൻ കോൾ കണ്ടാൽ മനസ്സിലാവുന്നത്? ഫംഗ്ഷൻ കോൾ കണ്ടാൽ മനസ്സിലാകണമെങ്കിൽ ഇൻസൈഡ് ദ മെയിൻ വിത്ത് പാരാമീറ്റർ ഉണ്ടെങ്കിൽ പാരാമീറ്ററോടുകൂടി, ഇല്ലെങ്കിൽ പാരാമീറ്റർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വിത്ത് സെമിക്കോളനോടുകൂടി അവിടെ കിടന്നാൽ അതൊരു ഫംഗ്ഷൻ കോൾ ആവുന്നു. ഇവിടെ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ സെമിക്കോളൻ ഉണ്ടോ? ഇല്ല. ഇവിടെ സെമിക്കോളൻ കണ്ടെന്ന് വിചാരിക്കുന്നു. സോ എഫ് ഈസ് ഈക്വൽ ടു ഫാക്ട് ഓഫ് n എന്ന് എഴുതിയിരിക്കുന്നു. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സിക്യൂഷൻ? ഇറ്റ് ഈസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് അല്ലേ? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കായിരിക്കും. ഈ റൈറ്റിൽ എന്താ കിടക്കുന്നത്? ഫാക്ട് ഓഫ് n. സോ ഫാക്ട് ഓഫ് n ആണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. റൈറ്റ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ കൺട്രോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരൊറ്റ ചാട്ടമാണ്. എങ്ങോട്ടാണ് പോവുക? ഇവിടെ ഈ ഫാക്ടിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകും. മെയിനിൽ നിന്ന് 1 by 1 ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയൊക്കെ അവിടെ നിർത്തിയിട്ട് എവിടെ ചാടി വരും? എവിടെയാണോ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉള്ളത് അവിടേക്ക് എത്തും. അപ്പോൾ ഇവിടെ എത്തി, ഇവിടെ ഫാക്ട്
ഫാക്റ്റിലെത്തുമ്പോൾ ഇത് നോക്കുന്നു, ഇവിടുന്ന് ഒരു പാരാമീറ്ററിനെയും കൊണ്ടാണ് വന്നത് അല്ലേ, ഇത് ആർഗ്യുമെൻറ്റിനെയും കൊണ്ടാണ് വന്നത്. ആ ആർഗ്യുമെൻറ്റിൻ്റെ പേരെന്തായിരുന്നു? എൻ. ആ കൊണ്ടിരുന്ന സാധനം ഉണ്ടല്ലോ, ആ കൊണ്ടിരുന്ന സാധനത്തിൻ്റെ ഇത് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ, ഈ കോള് വരുമ്പോൾ ആർഗ്യുമെൻറ്റ് ലിസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റിനെയും കൊണ്ടാണ് ഫംഗ്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? എന്നിൽ ഇപ്പോൾ 5 എന്നാണ് കിടക്കുന്നത്, ഇതിൽ 5നെയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വരുന്ന ഉടനെ തന്നെ ഈ 5നെ ആർക്ക് കൊടുക്കും? n1 കൊടുക്കും. സോ n1 ഈസ് എ വേരിയബിൾ ആൻഡ് നൗ ഇറ്റ് ഗെറ്റ്സ് ദ വാല്യൂ 5. ഏത് വാല്യൂവിനെ കൊണ്ട് വരുന്നോ ആ വാല്യൂവിനെ n1 കൊടുക്കുന്നു. അതിനുശേഷം ഇത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഐ ഡിക്ലെയർ ചെയ്യുന്നു, F1 ഡിക്ലെയർ ചെയ്യുന്നു, F1 ഇനീഷ്യലൈസ് ചെയ്യുന്നു. മുമ്പേ കണ്ട പോലെ തന്നെ i ഈസ് ഈക്വൽ ടു 1, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n1 വരെ. n1 ആണല്ലോ ഇവിടെ വാല്യൂ ഉണ്ടല്ലോ, 5 ആയിരുന്നു, i പ്ലസ് കാണുന്നു. ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഒരു പുതിയൊരാളെ കാണുന്നു, റിട്ടേൺ. നമ്മൾ റിട്ടേണെ കുറേ കണ്ടിട്ടുണ്ട്, മെയിനകത്ത് വെച്ച് നമ്മൾ റിട്ടേൺ 0 എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണാവോ ഈ റിട്ടേണിൻ്റെ അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയുവാണ്. റിട്ടേൺ എന്ന് കാണുമ്പോൾ അപ്പം തന്നെ സിസ്റ്റം എന്ത് ചെയ്യുന്നു വെച്ചാൽ ചാടി വരും, ഇവിടെ വരും ഇൻറ്റ്. അതായത് ആദ്യം എഴുതിയിരിക്കുന്ന ഡേറ്റ ടൈപ്പ് എന്താണെന്ന് മുമ്പേ നോക്കിയില്ലായിരുന്നു അല്ലേ, ഇങ്ങോട്ട് വന്ന ഫാക്റ്റിനകത്തോട്ടല്ലേ വന്നു, ഇപ്പുറത്തെ സംഗതി എന്താണെന്ന് നോക്കിയില്ലായിരുന്നു. അപ്പോൾ വന്ന് നോക്കും, അവിടെ അപ്പോൾ എന്താ കിടക്കുന്നത്? ഇൻറ്റ് എന്ന് കിടക്കുന്നു. എന്നിട്ട് നോക്കും ഈ റിട്ടേണിൻ്റെ ഇപ്പുറത്ത് റൈറ്റിൽ എന്താ എഴുതിയിരിക്കും? റിട്ടേൺ കഴിഞ്ഞ് എന്താ എഴുതിയിരിക്കുന്നത്? F1 ഡേറ്റ ടൈപ്പ് എന്താണ്? ഇൻറ്റ്. അപ്പം ഈ ആദ്യം കിടക്കുന്ന ഡേറ്റ ടൈപ്പും ഏത് ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ആദ്യം കിടക്കുന്ന ഡേറ്റ ടൈപ്പ് എന്ത് ഡേറ്റ ടൈപ്പാണ്? റിട്ടേൺ ടൈപ്പാണ്. റിട്ടേൺ ടൈപ്പ് എന്നും പറയും. ആ റിട്ടേൺ ടൈപ്പും ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നതിൻ്റെ വാല്യൂം സെയിം ആണെങ്കിൽ, സെയിം ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വാല്യൂനെ, ദാറ്റ് മീൻസ് ഇപ്പോൾ F1 കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഫാക്ടോറിയൽ എന്താണോ ആ വാല്യൂവിനെയും കൊണ്ട് തിരിച്ചു പോരും, റിട്ടേൺ ചെയ്യും. എങ്ങോട്ടാണ് തിരിച്ചു പോരുക നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സപ്പോസ് നമ്മൾ 5ൻ്റെ ഫാക്ടോറിയലാണ് കണ്ടതെങ്കിൽ 120 എന്നായിരിക്കും നമ്മുടെ ആ ഉത്തരവ് എന്നല്ല ഫാക്ടോറിയൽ. അല്ലെങ്കിൽ F1 എന്തായിരിക്കും ഉള്ളത്? 120 ആയിരിക്കും. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 120നെ കൊണ്ട് ഇവിടെ വരും. ഇവിടുന്നല്ലേ പോയത്, ഇവിടുന്ന് പോയോ അവിടെ വരും. പോയതല്ലായിരുന്നോ? എക്സിക്യൂഷന് പോയതല്ലായിരുന്നോ? തിരിച്ചു വരുമ്പോൾ അവിടെ കൊണ്ടുവന്ന് എന്തിടും? 120 ഇടും. സോ F ഈസ് ഈക്വൽ ടു 120 എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? F ഗെറ്റ്സ് ദ വാല്യൂ ഓഫ് 120. F അസൈൻ 120 എന്നല്ലേ. സോ 120 ഗെറ്റ്സ് സ്റ്റോർഡ് ഇൻ F. സോ Fലൊരു വാല്യൂ കിട്ടി. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ സി ഔട്ട് ദ ഫാക്ടോറിയൽ ഈസ് എന്ത് ഡിസ്പ്ലേ ചെയ്യും? 120 എന്ന് ഡിസ്പ്ലേ ചെയ്യും. ദെൻ റിട്ടേൺ 0. ആ റിട്ടേൺ കാണുമ്പോഴും ഇതേ മോളിൽ ഇൻറ്റ് ഉണ്ടോ നോക്കുക കേട്ടോ. അവിടെ ഇൻറ്റെന്ന് കിടപ്പുണ്ടല്ലോ, അതുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇൻറ്റ് ആണ്, അതുകൊണ്ട് റിട്ടേൺ 0. പ്രോഗ്രാം എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്യുകയാണ്. സോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. മെയിനുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അതിനാകെയുള്ള ബന്ധം ഈ n1 ഒരു വാല്യൂ വേണം, റിട്ടേൺ ചെയ്യുമ്പോൾ സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ എക്സിക്യൂഷനുമായിട്ട് അവർക്ക് ബന്ധമൊന്നും ഇല്ല. സോ ഇത്തരത്തിലായിരിക്കും ഒരു ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ. ഇവിടെ നിങ്ങൾ ഇത്രയും ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് ഈസ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, what is function definition, what is function call, what is function return. ഓക്കെ, ഫംഗ്ഷൻ ഒരു ചെറിയ ആളൊന്നുമല്ല കേട്ടോ, ഭയങ്കരനാണ്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ കോൾ. ഇതെല്ലാം ഇത്രയും ഈ പോയിന്റ് നിങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് നോക്കി, ഇതിലേതെങ്കിലും മനസ്സിലായോ നോക്കുക. എല്ലാം മനസ്സിലായെങ്കിൽ രക്ഷപ്പെട്ടു, ഏതെങ്കിലും മനസ്സിലായോ നോക്കുക. ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിൽ ദയവായി എന്നോട് ചോദിക്കണം, ഞാൻ പറഞ്ഞുതരാം. കാരണം പഠിക്കണമെന്നുള്ളവർക്ക് ഇത് അത്യാവശ്യമാണ് ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ അസ്. നമ്മളാണ് ഡിഫൈൻ ചെയ്തത്. ഫാക്ട് എന്ന പേരിൽ നമുക്കിഷ്ടമുള്ള പേര് കൊടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് നമ്മൾ കോൾ ചെയ്തു. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഡെഫിനിഷൻ നിങ്ങൾ കൊടുക്കണ്ട, ഡിക്ലറേഷൻ നിങ്ങൾ കൊടുക്കണ്ട, എന്തുമാത്രം കൊടുത്താൽ മതി? കോൾ, ഫംഗ്ഷൻ കോൾ മാത്രം. അപ്പോൾ നമുക്ക് എങ്ങനെ കോൾ ചെയ്യാം? കോൾ ചെയ്യണേ ആദ്യം എന്തറിയണം? ഫംഗ്ഷൻ്റെ പേരറിയണം, പാരാമീറ്റർ അറിയണം, ഇതെല്ലാം അറിഞ്ഞിരിക്കണം.
പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് കേട്ടോ, ഞാൻ ഒരെണ്ണമേ കൊടുത്തിട്ടുള്ളൂ. ഇനി യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ബട്ട് യു ക്യാൻ റിട്ടേൺ ഓൺലി വൺ വാല്യൂ. എത്ര എണ്ണത്തിന് വേണേൽ അങ്ങോട്ട് കൊണ്ടുപോകാം, പക്ഷേ ഇങ്ങോട്ട് പോരുമ്പോൾ ആരേ ഉണ്ടാകാൻ പാടുള്ളൂ, ഒരെണ്ണേ ഉണ്ടാകാൻ പാടുള്ളൂ. കാരണം ഫംഗ്ഷൻ ഈസ് യൂസ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു പണി ചെയ്യാനാണ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു റിസൾട്ട് അല്ലേ ഉള്ളൂ, ഒരു പണിക്ക് ഒരു റിസൾട്ട് അല്ലേ ഉള്ളൂ. ഒരു പണിക്ക് 9 റിസൾട്ട് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ചിലപ്പോൾ ഉണ്ടാവാം എന്നല്ല, പല തരം വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ പോസിറ്റീവ് എയ്തർ ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ റിട്ടേൺ ചെയ്യാം, നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ റിട്ടേൺ. എന്തായാലും ഒരൊറ്റ റിട്ടേണേ കാണുള്ളൂ. ഒരു ഫംഗ്ഷൻ നിങ്ങൾ എത്ര റിട്ടേൺ എഴുതിയാലും ഒരൊറ്റ റിട്ടേണേ വർക്ക് ചെയ്യൂ. ഒരു റിട്ടേൺ കാണുമ്പോഴേ ഇവൻ തിരിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു റിട്ടേണിനകത്ത് ഒരു വാല്യൂ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.